ഇന്നേ ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ സെയിൽ ചെയ്യുന്നൊരു റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് ബോഡി ബ്രൈറ്റനിങ് സോപ്പാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് റോസ് പെറ്റൽസ് ആണ് കേട്ടോ. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇത് ആവശ്യമുള്ളവരൊക്കെ ഇപ്പം തന്നെ ഓർഡർ ചെയ്തോളൂ. വാട്സപ്പ് നമ്പർ ഞാൻ മേലെ കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന റെഡ് സാൻഡൽ പൗഡറാണ് കേട്ടോ. ഇതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന സാധനമാണ്. പിന്നെ ഞാനിവിടെ നമ്മുടെ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള അലവേര ജെല്ലാണ് കേട്ടോ. അത് എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഓരോ ഇത് ബാച്ച് ഉണ്ടാക്കുമ്പോഴും ഞാൻ ഒരു ബോട്ടിൽ ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. അപ്പോൾ ഇത് ഞാൻ തലയിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്, തലമുടിയിൽ അതുപോലെ ബോഡിയിലൊക്കെ കേട്ടോ. അപ്പോൾ അതൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ഒറിജിനൽ അലോവേരയുടെ ജ്യൂസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ സാധാരണത്തെ പോലെ തന്നെ റോസ് വാട്ടറാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിക്കുന്ന ബോട്ടിൽ തന്നെ കേട്ടോ. അപ്പോൾ റോസ് വാട്ടർ ഞാൻ ഇത് കുറച്ചധികം എടുക്കുന്നുണ്ട്. അത് ഈ മിക്സ് ചെയ്ത് നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനതിൻ്റെ കണക്ക് പറയാത്തത്. ഞാൻ ആ മിക്സിങ്ങിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. റോസ് വാട്ടർ തന്നെയാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത് കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ കഥകളൊക്കെ ആദ്യം പറയാറില്ല, അതുപോലെ ഞാൻ ഒത്തിരി എന്നും എന്ന് പറയുന്ന പോലെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കയ്യിലുള്ള സ്റ്റോക്കൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളുടെ വീട്ടാവശ്യത്തിനും കൂടെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ സോപ്പ് തന്നെയാണ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ സോപ്പും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇതുവരെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല സോപ്പ് ഇങ്ങനെ സെയിൽ ചെയ്യുന്നത്. പക്ഷേ ഞാൻ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ആ ഒരു ഇൻഗ്രീഡിയൻസും കൂടെ പറയാമെന്ന് വിചാരിച്ച്. ഇത് നമ്മൾക്ക് എവിടെയും കിട്ടില്ല കേട്ടോ ഈ സോപ്പ്. അപ്പോൾ ഞാനിത് സോപ്പ് ബേസ് മുന്നേ ഇട്ടിട്ടുണ്ട്. ഒത്തിരി വീഡിയോസ് സോപ്പ് ഉണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സോപ്പ് ആവശ്യമുള്ളവർക്ക് നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ വീട്ടിലേക്ക് മാത്രമായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഞാനൊരു 3 സോപ്പിൻ്റെ കണക്കിനാണ് കേട്ടോ വെക്കുന്നത്. ഒരു ബൗളിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്ലിസറിൻ സോപ്പ് ബേസാണ്. ഫസ്റ്റ് നമ്പർ ക്വാളിറ്റി തന്നെ ചോദിച്ച് വാങ്ങിക്കണം കേട്ടോ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ. ഇത് ഞാൻ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പാത്രം ചെറുതായിപ്പോയി. അതായത് വെള്ളം വെച്ച പാത്രം, ഡബിൾ ബോയിലിംഗ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം. ഇത് വലിയ ക്വാണ്ടിറ്റിയിലൊക്കെ എടുക്കുമ്പോൾ നമ്മൾക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറും വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാൻ വലിയ പാത്രം, വലിയൊരു ചുവട് കെട്ടിയുള്ള പാത്രം വെച്ചിട്ട് അതേ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ചൂടാക്കി എടുക്കണം. ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് ഇത് ഒന്ന് മെൽറ്റായി വരണം. ഇത് ഡ്രൈ സ്കിന്നുള്ളവർക്ക് അങ്ങനെ കുറേ യൂസാണ് കേട്ടോ. നമ്മൾ ഫേസിലൊക്കെ ആണല്ലോ കൂടുതലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. അതൊന്നും അല്ലാതെ തന്നെ ഈ റെഡ് സാൻഡിൽ പൗഡർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തുള്ള പോലെ ശരീരത്തിലെ പാടുകളൊക്കെ മാറാനൊക്കെ നല്ലതാണെന്ന്. വസൂരിക്കല വന്ന പാട് വരെ റെഡ് സാൻഡിൽ പൗഡർ മാറ്റുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം ഞാൻ 1 സ്പൂണോളം വെളിച്ചെണ്ണയാണ്, സാധാരണ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിൽ കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് ഞാൻ നമ്മൾ വലിയ ബൾക്ക് ഓർഡറിൽ ഉണ്ടാക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇത് ഇനി ഗ്ലിസറിനാണ്. ഗ്ലിസറിന് റോസ് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ബ്യൂട്ടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വളരെ നല്ലൊരു പരിഹാരമാണ് കേട്ടോ ഇത് രണ്ടും കൂടി യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ ബദാം ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ജോജോബ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഒക്കെ ആ സ്പൂണ് കണക്കിനാണ്. ഇതിൻ്റെ ഒരു കണക്ക് കിട്ടാനാണ് സ്പൂണ് മാത്രം യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ, ഇതിലൊരിക്കലും ഒറിജിനൽ അലോവേരയുടെ ആ വെള്ളത്തോടു കൂടിയുള്ള ജ്യൂസ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. വീട്ടിലാവശ്യങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലോവേര തന്നെ ഉപയോഗിക്കാം. ഇത് പക്ഷേ ഞാൻ ധൈര്യത്തോടെ ഉപയോഗിക്കുന്നത് ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള അലോവേര ജെല്ലായതുകൊണ്ടാണ്. അപ്പോൾ അലോവേര ജെല്ല് വേണ്ടവരാണെങ്കിലും റോസ് പെറ്റൽസിൻ്റെ പൗഡർ ആണെങ്കിലും അതുപോലെ തന്നെ റെഡ് സാൻഡിൽ പൗഡർ, ഒട്ടുമിക്ക പൗഡറുകളും നമ്മൾക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന പൗഡറുകളെല്ലാം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട്. പിന്നെ ലിക്വിറൈസ് പൗഡറിന് ഒത്തിരി ഓർഡർ വന്ന് കിടക്കുന്നുണ്ട്. ഒരു 2-3 ദിവസമൊക്കെ ഇന്ന് ഡിലേ വരും കേട്ടോ. അപ്പോൾ അത് വേറെ ഒന്നും കൊണ്ടുമല്ല, ഇങ്ങനെ പാക്കിങ്ങിൻ്റെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ടാണ്. പിന്നെ ഇനി ഇതിലേക്ക് റോസ് എസെൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ.
ഇത് ചേർത്ത് കൊടുക്കുന്ന ഇതിൻ്റെ യാതൊരു ആവശ്യമില്ല. കാരണം ഓൾറെഡി റോസ് പെറ്റൽസിന് നല്ല മണമുണ്ട്, റോസ് വാട്ടറിന് മണമുണ്ട്. എന്നാലും നമ്മൾ ബാത്റൂമിലൊക്കെ ഒരു മണമാണ് റോസ് എസെൻഷ്യൽ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി മോൾഡിലേക്ക് മാറ്റാം കേട്ടോ. ഞാൻ വലിയ ബൾക്ക് ഓർഡർ ഉണ്ടാക്കുമ്പോൾ വേറൊരു ഇതാണ് ഉപയോഗിക്കുന്നത്, മോൾഡാണ് ഉപയോഗിക്കുന്നത്. ഇത് പക്ഷേ ഞാൻ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് പല ഷേപ്പിലിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ വീട്ടിൽ നമ്മൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതുപോലെ എടുക്കാം. പുറത്തേക്കാവുമ്പോൾ ഒരേ മോൾഡ് തന്നെ, ഒരേ ഷേപ്പിലുള്ള മോൾഡ് വാങ്ങിച്ചെടുക്കണം കേട്ടോ. വളരെ നല്ലൊരു സോപ്പാണിത്. എൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് ഒരിക്കൽ വാങ്ങി ഉപയോഗിച്ചവർ തന്നെയാണ് കേട്ടോ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് അലോവേര ജെല്ല് ഇട്ട പോലെ തന്നെ ഇതും ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തണുത്ത് വരട്ടെ. ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി വരും കേട്ടോ. നമ്മളിതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇത് വേഗം സെറ്റായി കിട്ടും. ഇത് അല്ലാതെ തന്നെ ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയതും പിയേഴ്സ് സോപ്പ് വെച്ചിട്ടുള്ളതൊക്കെ. അപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ സോപ്പ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ഗ്ലിസറിൻ സോപ്പ് വെച്ചിട്ട് ഇതുപോലൊരു സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്ക് നല്ലൊരു ഇഷ്ടം തോന്നും. നല്ലൊരു കളറാണ്, നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന കളറല്ല കേട്ടോ. റെഡ് സാൻഡിൽ പൗഡറും അതുപോലെ തന്നെ റോസ് പെറ്റൽസും ഇതേ കളറിൽ തന്നെ പല രീതിയിൽ സോപ്പ് ഉണ്ടാക്കാം നമുക്ക്. ഇതിപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളൊരു സോപ്പായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഇൻഗ്രീഡിയൻസ് രണ്ടും ഇട്ടത്. അപ്പോൾ ഇപ്പം തന്നെ ആവശ്യമുള്ളവരൊക്കെ ഓർഡർ ചെയ്തോളൂ. സോപ്പ് ആവശ്യമുണ്ടെങ്കിലും നമ്മളുടെ റോസ് പെറ്റൽസും റെഡ് സാൻഡിൽ പൗഡറും ലിക്വിറൈസ് പൗഡറൊക്കെ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. ബീട്രൂട്ട് പൗഡറിൻ്റെ ഇത് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് ഉണ്ടാക്കിയിട്ട് വേണം. പക്ഷേ ഓർഡർ ചെയ്താൽ ഒരാഴ്ചയുടെ ഉള്ളിൽ നമ്മൾ എത്തിച്ചു തരാം കേട്ടോ. ഇതിനൊക്കെ ഇത്രയും ആവശ്യക്കാരുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇടുന്ന സാധനങ്ങളെല്ലാം പെട്ടെന്ന് വാങ്ങിക്കുന്നുണ്ട് ആൾക്കാർ കേട്ടോ. വാങ്ങിച്ചവർ തന്നെ വീണ്ടും വാങ്ങിക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ സോപ്പ് നന്നായിട്ടൊന്ന് പതപ്പിച്ച് നോക്കാം. നല്ല മണമാണ് കേട്ടോ സോപ്പിന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വേണ്ടവർ ഓർഡർ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ.